ഹലോ ഓൾ. നമ്മൾ ഇന്ന് ക്യാരക്ടറൈസേഷൻ ഓഫ് കോർഡിനേഷൻ കോംപ്ലക്സസ് എന്ന് പറയുന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ അതിൽ ആദ്യം മോസ്ബോർ സ്പെക്ട്രോസ്കോപ്പിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് മോസ്ബോർ സ്പെക്ട്രോസ്കോപ്പിന്റെ പ്രിൻസിപ്പിൾസ് ആൻഡ് അതുപോലെ തന്നെ ഹൈപ്പർഫൈൻ ഇൻട്രാക്ഷൻസ് ആൻഡ് അതിന്റെ ആപ്ലിക്കേഷൻ ടു അയോൺ ആൻഡ് ടിൻ കോംപ്ലക്സസ് ആണ് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് മോസ്ബോർ സ്പെക്ട്രോസ്കോപ്പി സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ മോസ്ബോർ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ അധികം അങ്ങനെ കേൾക്കാത്ത ഒരു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കാണ്. അപ്പൊ നമ്മൾ ഏതൊരു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്ക് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഫെമിലർ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി അറിയാം. അതുപോലെ തന്നെ നമുക്ക് IR സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ അതിനെ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയും. അതുപോലെ തന്നെ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ഉണ്ട്. പിന്നെ നമുക്കറിയാവുന്നത് NMR ഉണ്ട്, അതുപോലെ തന്നെ ESR ഉണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് പുതുതായിട്ട് മോസ്ബോർ കൂടി ഉണ്ട്. അപ്പോൾ ഏതൊരു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്ക് എടുത്താലും നമുക്ക് അവിടെ ഒരു റേഡിയേഷൻ ആവശ്യമായിട്ടുണ്ട്. ഓക്കെ, ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി ആണെങ്കിൽ അവിടെ UV വിസിബിൾ റേഡിയേഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആൻഡ് അവിടെ ട്രാൻസിഷൻ നടക്കുന്നത് ഇലക്ട്രോണിക് എനർജി ലെവലുകൾ തമ്മിലാണ്. അവിടെ ട്രാൻസിഷൻ നടക്കുന്നത്. ഒരു ലോവർ ലെവൽ ഉണ്ടാവും, ഒരു ഹയർ ലെവൽ ഉണ്ടാവും. N=1 നിന്ന് N=2 എന്ത് ചെയ്യുന്നു? ട്രാൻസിഷൻ നടക്കുന്നു. അതാണ് ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പിൽ നടക്കുന്നത്. പിന്നെ നമ്മൾ IR അല്ലെങ്കിൽ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി ആണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് IR റേഡിയേഷൻ ആണ്. ഓക്കെ, IR റേഡിയേഷൻ ആണ്. അവിടെ നമ്മൾ ട്രാൻസിഷൻ നടക്കുന്നത് വൈബ്രേഷണൽ എനർജി ലെവലുകൾ തമ്മിലാണ്. ഇനി നമ്മൾ റൊട്ടേഷണൽ സ്പെക്ട്രോസ്കോപ്പി ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് മൈക്രോവേവ് റേഡിയേഷൻ ആണ്. അവിടെ ട്രാൻസിഷൻ നടക്കുന്നത് റൊട്ടേഷണൽ എനർജി ലെവലുകൾ തമ്മിലാണ്. ഇനി നമുക്ക് NMR ഉണ്ട്, ESR ഉണ്ട്. NMRൽ നമ്മൾ റേഡിയോ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ ESRൽ നമ്മൾ മൈക്രോവേവ് റേഡിയേഷനുമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് NMRൽ ന്യൂക്ലിയർ സ്പിൻ സ്റ്റേറ്റുകൾ തമ്മിലും അതുപോലെ തന്നെ ESRൽ ഇലക്ട്രോൺ സ്പിൻ സ്റ്റേറ്റുകൾ തമ്മിലുമാണ് ട്രാൻസിഷൻ നടക്കുന്നത്. ഓക്കെ, നമുക്കറിയാം +12 -12 എന്നിങ്ങനെ ഇലക്ട്രോണിന് 2 സ്പിൻ ഉണ്ട്. +12ഉം -12ഉം അങ്ങനെ 2 സ്പിൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ +12നും -12നും സെയിം എനർജി അല്ല. അപ്പൊ ആ എനർജി ലെവലുകൾ സ്പ്ലിറ്റ് ആവും, ട്രാൻസിഷൻ നടക്കും. അപ്പൊ ESRൽ ഇലക്ട്രോൺ സ്പിൻ സ്റ്റേറ്റുകൾ തമ്മിലും NMRൽ ന്യൂക്ലിയർ സ്പിൻ സ്റ്റേറ്റുകൾ തമ്മിലാണ് ട്രാൻസിഷൻ നടക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കുന്നത് മോസ്ബോർ സ്പെക്ട്രോസ്കോപ്പി ആണ്. അപ്പൊ മോസ്ബോർ സ്പെക്ട്രോസ്കോപ്പിൽ ഇതുപോലെ നമ്മൾ റേഡിയേഷൻ യൂസ് ചെയ്യുന്നത് ഗാമാ-റേ ആണ്. ഓക്കെ, റേഡിയേഷൻ എന്ന് പറയുന്നത് ഗാമാ-റേ ആണ്. അവിടെ ട്രാൻസിഷൻ നടക്കുന്നത് ന്യൂക്ലിയർ എനർജി ലെവലുകൾ തമ്മിലാണ്. അവിടെ ട്രാൻസിഷൻ നടക്കുന്നത്. ഓക്കെ, സോ മോസ്ബോർ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ഗാമാ-റേ അബ്സോർപ്ഷൻ ഓർ എമിഷൻ സ്പെക്ട്ര ഫോർ ട്രാൻസിഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയർ സ്റ്റേറ്റ്. ഗാമാ-റേ അബ്സോർപ്ഷൻ ഓർ എമിഷൻ സ്പെക്ട്ര ഫോർ ട്രാൻസിഷൻ ബിറ്റ്വീൻ ന്യൂക്ലിയർ സ്റ്റേറ്റ്. Okay, usually the heavier element formed by radioactive decay of an isotope of the same or a different element are initially produced in an excited nuclear state. അതായത് നമ്മളിവിടെ അയേണും ടിൻ കോംപ്ലക്സിനെ കുറിച്ചിട്ടുമാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ അയേണിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊബാൾട്ട് 57 എന്ന് പറയുന്ന ഒരു ന്യൂക്ലിയസ് ആണ്. ഓക്കെ, കൊബാൾട്ട് 57ന് ഇലക്ട്രോൺ ക്യാപ്ചർ നടത്താണ്. ഇലക്ട്രോൺ ക്യാപ്ചർ എന്ന് പറഞ്ഞാൽ 1 proton plus 1 electron gives 1 neutron. അതാണ് ഇലക്ട്രോൺ ക്യാപ്ചർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ കൊബാൾട്ട് 57 എന്തായിട്ട് മാറും? ഒരു പ്രോട്ടോൺ ഒരു ന്യൂട്രോൺ ആയിട്ട് മാറാണ്. സോ മാസ് നമ്പറിൽ ചേഞ്ച് ഇല്ല. അപ്പൊ 57 തന്നെയാണ് മാസ് നമ്പർ. പക്ഷെ ഒരു പ്രോട്ടോൺ ആണ് എന്തായത്? ന്യൂട്രോൺ ആയത്. ഓക്കെ, പ്രോട്ടോണിന്റെ എണ്ണം അപ്പൊ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാവും. ദാറ്റ് ഈസ് കൊബാൾട്ട് എന്തായിട്ട് മാറി? അയേൺ ആയിട്ട് മാറി. ഓക്കെ, അയേൺ എക്സൈറ്റഡ് സ്റ്റേറ്റിലായിട്ട് മാറി. ഓക്കെ, ദെൻ ഈ അയേൺ എന്ത് ചെയ്യും? ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരും. ഓക്കെ, അപ്പോഴാണ് അതെന്ത് എമിറ്റ് ചെയ്യുന്നത്? ഗാമാ-റേ എമിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അയേൺ 57 ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴാണ് ഗാമാ-റേ എമിറ്റ് ചെയ്യുന്നത്. ഇവിടെ I=3/2 ആണ്, ഇവിടെ I=1/2 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഗാമാ-റേ എമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? അയേണിന്റെ ഒരു എക്സൈറ്റഡ് ന്യൂക്ലിയസ് എടുത്തു. ആ അയേണിന്റെ എക്സൈറ്റഡ് ന്യൂക്ലിയസ് നമ്മൾ എങ്ങനെയാണ് ഫോം ചെയ്തത്? കൊബാൾട്ട് 57 ഇലക്ട്രോൺ ക്യാപ്ചർ നടത്തിയിട്ടാണ്. ഇനി നമ്മൾ ടിൻ ആണ് കൺസിഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ടിൻ 119 എന്ന് പറയുന്ന ന്യൂക്ലിയസ് നമ്മൾ എടുക്കും.
ഓക്കെ, അതിന്റെ ഐ എന്ന് പറയുന്നത് 11/2 ആണ്. അതിനെന്ത് ചെയ്യും, ടിൻ 119 എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് അതെന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്യും. ഓക്കെ, അവിടെ ഐ എന്ന് പറയുന്നത് 3/2 ആണ്. ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് ടിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ ഐ ഈക്വൽ ടു 1/2 ആണ്. എന്ത് ചെയ്യുന്നു, ഗാമാ റേ എമിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഗാമാ റേ എമിറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഗാമാ റേ എമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടിന്നിന്റെ എക്സൈറ്റഡ് ന്യൂക്ലിയസ് ക്രിയേറ്റ് ചെയ്തു. അത് ക്രിയേറ്റ് ചെയ്തത് ടിന്നിൽ നിന്ന് തന്നെയാണ്. സോ അതാണ് ഇവിടെ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. ഹെവിയർ എലമെന്റ്സ് ആർ ഫോംഡ്. ഇവിടെ നമ്മൾ അയൺ 57ഉം അതുപോലെ തന്നെ ടിൻ 119ഉം നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട് ബൈ റേഡിയോ ആക്റ്റീവ് ഡീകേ ഓഫ് എൻ ഐസോടോപ്പ് ഓഫ് ദി സെയിം ഓർ ഡിഫറെന്റ് എലമെന്റ്. ഓക്കെ, ഇവിടെ നമ്മൾ സെയിം എലമെന്റിന്റെ റേഡിയോ ആക്റ്റീവ് ഡീകേ വഴിയാണ് ടിൻ 119 എന്ന് പറയുന്ന എക്സൈറ്റഡ് ന്യൂക്ലിയസ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ അയൺ 57 എന്ന് പറയുന്ന എക്സൈറ്റഡ് ന്യൂക്ലിയസ് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയസ്, ദാറ്റ് ഈസ് കൊബാൾട്ടിൽ നിന്നാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. Okay, same or different element are initially produced in an excited nuclear state. അങ്ങനെ ഒരു ഹെവിയർ എലമെന്റിനെ ഇനീഷ്യലി ഒരു എക്സൈറ്റഡ് ന്യൂക്ലിയർ സ്റ്റേറ്റിലേക്ക് നമ്മൾ ഫോം ചെയ്യാണ്. ആഫ്റ്റർ എ വെരി ഷോർട്ട് ഡിലേ ദ എക്സൈറ്റഡ് ന്യൂക്ലിയസ് റിവേർട്ട് ടു ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഒരു വെരി ഷോർട്ട് ടൈമിൽ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നു ആൻഡ് എമിറ്റ് എനർജി ഓഫ് ഹൈ ഫ്രീക്വൻസി യൂഷ്വലി ഇൻ ദ ഗാമ റീജിയൻ ഓഫ് ദ സ്പെക്ട്രം. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദിസ് ഗാമ റേ എമിഷൻ and subsequent reabsorption which constitute the Mossbauer or gamma ray spectroscopy. അപ്പൊ നമുക്കിവിടെ നമ്മുടെ ഒരു ന്യൂക്ലിയസ് ഇപ്പൊ ഐ ആണ്, എന്ത് ചെയ്തു, ഒരു ഗാമാ റേ അയൺ ഗാമാ റേ എമിറ്റ് ചെയ്തു. ഓക്കെ, ഈ ഗാമാ റേനെ നമ്മുടെ സാമ്പിൾ അയൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഒരു സാമ്പിളിനെ എന്ത് ചെയ്യാൻ പറ്റും, അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ ഒരു ഡിറ്റക്ടർ വെക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സോഴ്സ് എമിറ്റ് ചെയ്ത ഗാമാ റേ ഈ സാമ്പിൾ അബ്സോർബ് ചെയ്യുകയാണെങ്കിൽ ഡിറ്റക്ടറിൽ ഗാമാ റേ എത്തൂല. ആൻഡ് ഇൻ കേസ് ഈ സാമ്പിൾ അബ്സോർബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, ഡിറ്റക്ടറിൽ ഗാമാ റേ എത്തും. സോ അത് ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്യും. അങ്ങനെയാണ് മോസ്ബോർ സ്പെക്ട്രോസ്കോപ്പി വർക്ക് ചെയ്യുന്നത്. ഇനി അതിന്റെ പ്രിൻസിപ്പിൾ ആണ് നമ്മൾ പറഞ്ഞു, അയൺ ന്യൂക്ലിയസ് ആണ് ഏറ്റവും കൂടുതൽ സ്റ്റഡി ചെയ്തിട്ടുള്ളത്. അതിൽ അയൺ 57 നമ്മൾ കൊബാൾട്ട് 57ന്റെ റേഡിയോ ആക്റ്റീവ് ഡീകേ വഴിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, കൊബാൾട്ട് 57 എന്ന് പറയുന്നത് ലോങ് ലിവ്ഡ് സ്പീഷീസ് ആണ്. അതിന്റെ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് 270 ഡേയ്സ് ആണ്. സോ കൊബാൾട്ട് 57 അതിന്റെ ടി ഹാഫ് എന്ന് പറയുന്നത് 270 ഡേയ്സ് ആണ്. ഓക്കെ, ഫോളോയിങ് ഇലക്ട്രോൺ ക്യാപ്ചർ കൊബാൾട്ട് 57 പ്രൊഡ്യൂസ്ഡ് അയൺ 57 ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റ്. സോ ഇലക്ട്രോൺ ക്യാപ്ചർ നടന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു ഇതെന്തായിട്ട് മാറുന്നു, അയൺ 57 ഇൻ എക്സൈറ്റഡ് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നു. Okay, iron 57 very rapidly drop to ground state. അത് പിന്നീട് എന്ത് ചെയ്യുന്നു, അയൺ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് പെട്ടെന്ന് തന്നെ ഗാമാ റേ എമിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് വരുന്നു. ഓക്കെ, ഇനി ഇവിടെ ഈ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഈ എനർജി ഗ്യാപ്പ് ഡെൽറ്റ ഇ എന്ന് പറയുന്നത് 2.3 × 10⁻⁻15 ജൂൾ ആണ്. അപ്പൊ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡെൽറ്റ ഇ ബൈ എച്ച് ആണ്. സോ അപ്രോക്സിമേറ്റ്ലി 3.5 × 10⁻18 ഹെർട്സ് എന്ന് വരും. സോ 10⁻18 or 10⁻19 ഹെർട്സ് എന്നൊക്കെ പറയുന്നത് ഗാമാ റേഡിയേഷന്റെ റേഞ്ചിലാണ് വരുന്നത്. സോ ഇഫ് അനദർ അയൺ ന്യൂക്ലിയസ് initially in ground state were to be put in the emitted radiation beam, it would be expected to absorb energy from the beam and to become excited ion. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇങ്ങനെ വരുന്ന ഈ ഗാമാ റേ, ഓക്കെ, ഗാമാ റേ വരികയാണ്. അവിടെ നമ്മൾ ഒരു സാമ്പിൾ വെച്ചാല്, അയൺ ഉള്ള ഒരു സാമ്പിൾ വെച്ചാല് ഈ അയൺ എന്ത് ചെയ്യും, ഈ അയൺ ഗ്രൗണ്ട് സ്റ്റേറ്റിലായിരിക്കും. ഇനീഷ്യലി എന്താണ്, ഈ അയൺ ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. സോ ഈ ഗാമാ റേ വന്നു കഴിഞ്ഞാൽ ഈ അയൺ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് എക്സൈറ്റഡ് സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യും, എക്സൈറ്റ് ചെയ്യും. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിറ്റക്ടർ എന്ത് ചെയ്യും, ഡിറ്റക്ട് ചെയ്യും. ഗാമാ റേ ഡിറ്റക്ടർ is placed to detect absorption. However, this could not be achieved due to high energy of the emitted photon. ഓക്കെ, പക്ഷെ നമ്മൾ ഇങ്ങനെയാണ് എക്സ്പെക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഈ അബ്സോർപ്ഷൻ നടക്കുന്നില്ല. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് അബ്സോർപ്ഷൻ നടക്കാത്തത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഗാമാ റേ എമിഷന്റെ വിഡ്ത്ത് കൺസിഡർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ ടി ഹാഫ് ഓഫ് അയൺ എന്ന് പറയുന്നത് 1.5 × 10⁻⁻7 സെക്കൻഡ് ആണ്. നമുക്കറിയാം എനർജിയും ടൈമും ഒരു അൺസർട്ടനിറ്റി പെയർ ആണ്. അപ്പൊ നമ്മൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുമ്പോൾ ഡെൽറ്റ ഇ × ഡെൽറ്റ ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h×2 എന്ന് പറയാം. ഓക്കെ, സോ ഡെൽറ്റ ഇ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു h× എന്ന് പറയുന്നത് h/2π ആണ്. സോ h എന്ന് പറയുന്നത് 10⁻34 ആണ് അപ്രോക്സിമേറ്റ്ലി വരുന്നത്. സോ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി എത്രയാണ്, 10⁻7 ആണ്.
സോ 10⁻34 ഡിവൈഡഡ് ബൈ 10⁻7 നമുക്ക് 10⁻27 എന്ന് വരും അപ്രോക്സിമേറ്റ്ലി. ഇനി നമുക്കറിയാം അൺസർട്ടനിറ്റി ഇൻ എനർജി എന്ന് പറയുന്നത് h ഡെൽറ്റ ന്യൂ ആണ്. സോ അൺസർട്ടനിറ്റി ഇൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഡെൽറ്റ ഇ ബൈ എച്ച് ആണ്. ദാറ്റ് ഈസ് 10⁻27 ഡിവൈഡഡ് ബൈ 10⁻34. അപ്പൊ നമുക്കത് അപ്രോക്സിമേറ്റ്ലി 10⁻6 ഹെർട്സ് എന്ന് കിട്ടും. സോ അൺസർട്ടനിറ്റി ഇൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10⁻6 ഹെർട്സും ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3.5 × 10⁻18 ഹെർട്സും ആണ്. സോ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഈ 10⁻18 കൺസിഡർ ചെയ്യുമ്പോൾ ഈ 10⁻6 എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ആണ്. ദാറ്റ് ഈസ് അൺസർട്ടനിറ്റി സ്മോൾ ആണ് എന്ന് പറയാം. ഓക്കെ, അൺസർട്ടനിറ്റി സ്മോൾ ആയാലും എന്താ പ്രശ്നം? നമ്മളിവിടെ ഈ ഡെൽറ്റ ന്യൂ അല്ലെങ്കിൽ ഡെൽറ്റ ഇ എന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും തമ്മിലുള്ള എനർജിയിലുള്ള അൺസർട്ടനിറ്റി ആണ്. ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും. ഓക്കെ, ഇതിൽ ഇങ്ങനെ ട്രാൻസിഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 10⁻18 ഹെർട്സ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മുടെ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് 10⁻6 അത് വളരെ കുറവാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എക്സൈറ്റഡ് എനർജി സ്റ്റേറ്റ് പ്രിസൈസ്ലി ഡിഫൈൻഡ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അൺസർട്ടനിറ്റി കുറവാണ് എന്ന് പറഞ്ഞാൽ സെർട്ടനിറ്റി കൂടുതലാണെന്നാണ്. ദാറ്റ് ഈസ് എക്സൈറ്റഡ് സ്റ്റേറ്റ് പ്രിസൈസ്ലി ഡിഫൈൻഡ് ആണ്. എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ എനർജി നമുക്ക് എക്സാക്ട് അറിയാം. ഓക്കെ, എക്സൈറ്റഡ് സ്റ്റേറ്റിന്റെ എനർജി നമുക്ക് എക്സാക്ട് അറിയാം. അപ്പോഴുള്ള പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത എനർജി ഈ എക്സാക്ട് എനർജീനെ മീറ്റ് ചെയ്യണം. ഓക്കെ, എക്സാക്ട് എനർജി ഡിഫറൻസിനെ മീറ്റ് ചെയ്താൽ മാത്രമേ ട്രാൻസിഷൻ നടക്കുള്ളൂ. ഓക്കെ, എക്സൈറ്റഡ് സ്റ്റേറ്റ് വെരി പ്രിസൈസ്ലി ഡിഫൈൻഡ് ആണ്. അപ്പൊ നമ്മൾ എക്സാക്ട് എനർജി കൊടുത്താൽ മാത്രമേ ട്രാൻസിഷൻ നടക്കുള്ളൂ. പക്ഷെ നമ്മളിവിടെ ഒരു അയോൺ ന്യൂക്ലിയസിൽ നിന്ന് ഗാമാ റേ എമിറ്റ് ചെയ്യുന്നു. അത് അയോൺ സാമ്പിളിന്റെ ഓഫ് കോഴ്സ് അതിന്റെ ഗ്രൗണ്ട് സ്റ്റേറ്റും എക്സൈറ്റഡ് സ്റ്റേറ്റും തമ്മിലുള്ള എനർജി ഡിഫറൻസ് മീറ്റ് ചെയ്യേണ്ടതാണ്. കാരണം രണ്ട് അയോൺ ന്യൂക്ലിയസും ഐഡന്റിക്കൽ ആണ്. അപ്പൊ എന്താണ് എക്സാക്ട് ആ എനർജി ഡിഫറൻസ് മീറ്റ് ചെയ്യാൻ പറ്റണം. പക്ഷെ എന്തുകൊണ്ടാണ് അത് പറ്റാത്തത്? അവിടെയാണ് നമ്മൾ റീകോയിൽ ഇഫക്റ്റും അതുപോലെ തന്നെ ഡോപ്ലർ ഇഫക്റ്റും കൺസിഡർ ചെയ്യുന്നത്. ഫോർ റെസൊണൻസ് റീഅബ്സോർപ്ഷൻ ടു ഹാപ്പൻ the gamma ray emitted by a nucleus must have the exact energy needed to excite another nucleus. Okay, resonance reabsorption നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂക്ലിയസ് ഫസ്റ്റ് ന്യൂക്ലിയസ് എമിറ്റ് ചെയ്ത ഗാമാ റേ എന്ന് പറയുന്നതിന് എക്സാക്ട് എനർജി ഉണ്ടായിരിക്കണം. ഓക്കെ, അനദർ ന്യൂക്ലിയസിനെ എക്സൈറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സാക്ട് എനർജി അതിനുണ്ടായിരിക്കണം. പക്ഷേ നമ്മുടെ ഗാമാ റേക്ക്, അതായത് നമ്മുടെ സോഴ്സിൽ നിന്ന് വരുന്ന ഗാമാ റേക്ക് കുറച്ച് എനർജി ലോസ് ഉണ്ടാവുന്നുണ്ട്. അത് എവിടെ നിന്നാണ് ഈ എനർജി ലോസ് ഉണ്ടാവുന്നത്? Any change in this energy caused by recoil motion or other effect will prevent the second nucleus from absorbing gamma ray. Okay, അപ്പൊ എനർജി ചേഞ്ച് ഉണ്ടാവുന്നുണ്ട് റീകോയിൽ മോഷൻ വഴി. അപ്പൊ എന്താണ് റീകോയിൽ മോഷൻ എന്ന് പറഞ്ഞാൽ? അപ്പൊ നമ്മളൊരു ഗണ്ണ് ഫയർ ചെയ്യുമ്പോൾ നമ്മൾ പറയും അല്ലെ, ഗണ്ണ് ഫയർ ചെയ്യുന്ന സമയത്ത് ബുള്ളറ്റ് ഫ്രണ്ടിലേക്ക് പോകും ആൻഡ് അത് കാരണം ഗണ്ണിന് ഒരു ബാക്കിലേക്ക് ഒരു പുഷ് വരും. ഓക്കെ, അതുപോലെ തന്നെയാണ് നമ്മുടെ ഫോട്ടോണ് ഒരു ഗാമാ റേ എന്ന് പറയുന്നത് ന്യൂക്ലിയസിൽ നിന്ന് എമിറ്റ് ചെയ്യുമ്പോൾ. നമുക്കറിയാം ഗാമാ റേന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10⁻18 ഹെർട്സ് ആണ്. ആൻഡ് നമ്മുടെ മൊമെന്റം എന്ന് പറയുന്നത് ലാംഡ ഈക്വൽ ടു h/p ആണ്. സോ മൊമെന്റം p എന്ന് പറയുന്നത് h/λ ആണ്. ദാറ്റ് ഈസ് മൊമെന്റം വേവ് ലെങ്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലും അതുപോലെ തന്നെ ഫ്രീക്വൻസിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണലും ആണ്. അപ്പൊ ഹൈ ഫ്രീക്വൻസിയിലുള്ള ഫോട്ടോൺ എമിറ്റ് ചെയ്യുമ്പം അവിടെ ലാർജ് മൊമെന്റം ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ലാർജ് മൊമെന്റത്തിലുള്ള ഒരു ഫോട്ടോൺ ന്യൂക്ലിയസിന് ഇജക്ട് ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന് റീകോയിലിംഗ് സംഭവിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഗണ്ണ് ഫയർ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഫോട്ടോൺ എമിറ്റ് ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന് ഒരു റീകോയിലിംഗ് സംഭവിക്കുകയാണ്. അപ്പൊ നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെന്റം വഴി നമ്മൾ പറയും ന്യൂക്ലിയസ് റീകോയിൽ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മൊമെന്റം ദാറ്റ് ഈസ് PR ഈസ് ഈക്വൽ ടു ആ ഗാമാ റേ ആണ് അവിടെ എമിറ്റ് ചെയ്തിട്ടുള്ളത്. സോ പി ഗാമക്ക് ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പറയും. അപ്പൊ PR എന്ന് പറയുന്നത് റീകോയിൽ മൊമെന്റം ഓഫ് ദ ന്യൂക്ലിയസ് ആൻഡ് പി ഗാമ എന്ന് പറയുന്നത് മൊമെന്റം ഓഫ് ഗാമ ഫോട്ടോൺസ് ആണ്. ഇപ്പൊ ന്യൂക്ലിയസ് റീകോയിൽ ചെയ്യുമ്പോൾ അവിടെ ഒരു റീകോയിൽ എനർജി ER വരുന്നുണ്ട്. ഇറ്റ് ഈസ് ½ mv². ഓക്കെ, ആൻഡ് എനർജി എന്ന് പറയുന്നത് നമുക്ക് p²/2m എന്നും എഴുതാം. അപ്പൊ ഇവിടെ p എന്ന് പറയുന്നത് ന്യൂക്ലിയസിന്റെ റീകോയിൽ മൊമെന്റം ആണ്. സോ PR²/2m എന്ന് നമ്മൾ എഴുതി. അപ്പൊ നമുക്കറിയാം PR ഈക്വൽ ടു പി ഗാമയാണ്. സോ ഇവിടെ നമ്മൾ PR പകരം പി ഗാമ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ p²/2m. ഇനി നമുക്കറിയാം p ഈക്വൽ ടു h/λ ആണ്. സോ p ഈക്വൽ ടു h/c എന്ന് എഴുതാം. ലാംഡക്ക് നമ്മൾ c/ν എന്ന് കൊടുക്കുമ്പോൾ h/c എന്ന് എഴുതാം. സോ h/v എന്ന് പറഞ്ഞാൽ എനർജി ആണ്. സോ p ഈക്വൽ ടു E/c എന്ന് എഴുതാം. സോ നമുക്ക് p ഗാമ² പകരം നമുക്ക് എന്ത് കൊടുക്കാം? E ഗാമ² ഡിവൈഡഡ് ബൈ c² എന്ന് കൊടുക്കാം. സോ അത് നമ്മളിവിടെ കൊടുക്കുമ്പോൾ E ഗാമ² ഡിവൈഡഡ് ബൈ 2mc² എന്ന് വരും. സോ ഇതാണ് ന്യൂക്ലിയസിന്റെ റീകോയിൽ എനർജിക്കുള്ള എക്സ്പ്രഷൻ. അപ്പൊ ഈ എക്സ്പ്രഷൻ നോട്ട് ചെയ്ത് വെക്കുക. ഇത് നമുക്ക് പ്രോബ്ലം ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്.
ഓക്കെ, ഈ എക്സ്പ്രഷൻ നോട്ട് ചെയ്ത് വെക്കുക. So calculations shows that nuclear recoil velocity is of the order 100 meter per second. അപ്പൊ ന്യൂക്ലിയർ റീകോയിൽ വെലോസിറ്റി എന്ന് പറയുന്നത് 100 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഇവിടെ ഈ ന്യൂക്ലിയസ് റീകോയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഒരു റീകോയിൽ എനർജി ഉണ്ട്. അപ്പൊ നമ്മുടെ ഇനീഷ്യലി നമ്മുടെ ഗാമ ഫോട്ടോണിന്റെ എനർജി എന്ന് പറയുന്നത് E0 ആണെങ്കിൽ നമ്മുടെ സോഴ്സിൽ നിന്ന് വരുന്നതിന്റെ എനർജി E0 മീൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് E0 ആണെന്നുണ്ടെങ്കിൽ അത് സാമ്പിളിൽ എത്തുമ്പോൾ E0 മൈനസ് ER, അതായത് റീകോയിൽ എനർജി കുറഞ്ഞിട്ടുള്ള ക്വാണ്ടിറ്റി മാത്രമാണ് നമ്മുടെ സാമ്പിളിൽ എത്തുന്നത്. നമ്മൾ പറഞ്ഞു എക്സൈറ്റഡ് സ്റ്റേറ്റ് പ്രിസൈസ്ലി ഡിഫൈൻഡ് ആണ്. നമുക്ക് എക്സാക്ട് എനർജി കൊടുത്താൽ മാത്രമേ അബ്സോർപ്ഷൻ നടക്കുള്ളൂ. ഇവിടെ കുറച്ച് എനർജി കുറഞ്ഞിട്ടാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ അതിന് അബ്സോർബ് ചെയ്യാൻ പറ്റൂല. സോ ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത് റീകോയിൽ ഇഫക്റ്റ് ആണ്. ഇനി ഡോപ്ലർ ഇഫക്റ്റ് ഉണ്ട്. നമുക്കറിയാം നമ്മൾ സ്റ്റേഷനറി ആയിട്ട് നിൽക്കുന്ന ഒരു ഒബ്സർവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേഷനറി ആണ്. ഓക്കെ, സ്റ്റേഷനറി ഒബ്സർവർ ഉണ്ട്. അപ്പൊ നമ്മുടെ അടുത്തേക്ക് ഒരു ട്രെയിനോ അല്ലെങ്കിൽ ഒരു ആംബുലൻസോ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ ഫ്രീക്വൻസി കൂടി വരുന്നതായിട്ട് തോന്നും. ആൻഡ് അത് നമ്മുടെ അടുത്ത് നിന്നും എവേ പോകുമ്പോൾ നമുക്ക് അതിന്റെ ഫ്രീക്വൻസി കുറഞ്ഞു വരുന്നതായിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ വെൻ എ മൂവിംഗ് ബോഡി എമിറ്റ് റേഡിയേഷൻ എ സ്റ്റേഷനറി ഒബ്സർവർ സീസ് എ ഷിഫ്റ്റഡ് ഫ്രീക്വൻസി കോൾഡ് ഡോപ്ലർ ഇഫക്റ്റ്. ഇത് റേഡിയേഷന്റെ കേസിലും ട്രൂ ആണ്. അപ്പോൾ ഒരു മൂവിംഗ് ബോഡി റേഡിയേഷൻ എമിറ്റ് ചെയ്യുമ്പോൾ സ്റ്റേഷനറി ഒബ്സർവർക്ക് ഒരു ഷിഫ്റ്റഡ് ഫ്രീക്വൻസിയാണ് കിട്ടുക. അതിനെയാണ് നമ്മൾ ഡോപ്ലർ ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഡെൽറ്റ ന്യൂ ഇസ് ഈക്വൽ ടു വി ന്യൂ ബൈ സി. ആ ഫ്രീക്വൻസിയിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റ് എന്ന് പറയുന്നത് വി ന്യൂ ബൈ സി ആണ്. സോ വി എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റി ഓഫ് സോഴ്സ് ആൻഡ് ഒബ്സർവർ, ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് എമിറ്റഡ് റേഡിയേഷൻ, ആൻഡ് സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് എമിറ്റഡ് റേഡിയേഷൻ ആണ്. അപ്പൊ നമ്മൾ അയോൺ ന്യൂക്ലിയസിൽ ഉണ്ടാകുന്ന ഷിഫ്റ്റഡ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടു വി എന്ന് പറയുന്നത് 100 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് നമ്മൾ കണ്ടു. സോ 100 ഇൻറ്റു ആൻഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 3.5 ഇൻറ്റു 10⁻18 ആണ്. ആൻഡ് സി എന്ന് പറയുന്നത് 3 ഇൻറ്റു 10⁻8 ആണ്. സോ നമ്മൾ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 10⁻12 ഹെർട്സ് എന്ന് കിട്ടും. നമ്മൾ കണ്ടു നാച്ചുറൽ ലൈൻ വിഡ്ത്ത് അല്ലെങ്കിൽ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് 10⁻6 മാത്രമാണ്. പക്ഷെ ഇവിടെ ഡോപ്ലർ ഇഫക്റ്റ് കാരണം അതുപോലെ തന്നെ റീകോയിൽ ഇഫക്റ്റ് കാരണം ആ ഷിഫ്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10⁻12 ഹെർട്സ് ആണ്. ഓക്കെ, അപ്പൊ ഷിഫ്റ്റഡ് ഫ്രീക്വൻസി ഈസ് ലാർജർ ദാൻ ദി നാച്ചുറൽ width of the absorption line. The emitted frequency lies some millions of line width away from the position of the absorption frequency. So this prevented the study of gamma ray spectroscopy earlier. So recoil effectum Doppler effectum കാരണമാണ് നമ്മുടെ സാമ്പിളിന് ഈ സോഴ്സ് എമിറ്റ് ചെയ്ത റേഡിയേഷൻ അബ്സോർബ് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ അത് ഓവർകം ചെയ്യാൻ മോസ്ബോർ കുറച്ച് കാര്യങ്ങൾ ചെയ്തു. ഇതാണ് മോസ്ബോസ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. മോസ്ബോർ ചെയ്തത് he used solid crystal lattice as emitters in which the emitting nucleus is firmly fixed to surrounding nuclei and hence has a very large apparent mass within which the recoil energy can be dissipated. Okay, അവിടെ നമ്മൾ സോളിഡ് ക്രിസ്റ്റൽ ലാറ്റിസ് ആണ് എമിറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ സോളിഡ് ക്രിസ്റ്റൽ ആയിട്ട് യൂസ് ചെയ്താലുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് അവിടെ ആറ്റംസ് എല്ലാം ഫേർമിലി ഹെൽഡ് ആയിരിക്കും. ഓക്കെ, ആറ്റംസിന് മൂവ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവില്ല. ഓക്കെ, ന്യൂക്ലിയസുകളെല്ലാം എന്താണ്, ഫേർമിലി ഹെൽഡ് ആണ്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ലിക്വിഡിലോ ഗ്യാഷ്യസ് സ്റ്റേറ്റിലുള്ള പോലെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റൂല. അപ്പൊ എമിറ്റിംഗ് ന്യൂക്ലിയസ് അങ്ങനെ ഫേർമിലി ഹെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അപ്പാരന്റ് മാസ് ആണ്. നമ്മൾ നേരത്തെ ഓരോ ന്യൂക്ലിയസിന്റെ മാസുമാണ് കൺസിഡർ ചെയ്തത്. ഇവിടെ ഒരു ന്യൂക്ലിയസ് മൂവ് ചെയ്യുമ്പോൾ അത് ബാക്കിയുള്ളവരും ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളിവിടെ അപ്പാരന്റ് മാസ്, ടോട്ടൽ മാസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ടോട്ടൽ മാസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പൊ നമുക്കറിയാം എനർജി, റീകോയിൽ എനർജി എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. റീകോയിൽ എനർജി മാസിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ER ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു മാസ്. സോ ഇവിടെ നമുക്ക് മാസ് കൂടി കഴിഞ്ഞതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, റീകോയിൽ എനർജി ഡിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, റീകോയിൽ എനർജി ഡിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. So he used solid crystal lattice as emitters in which the emitting nucleus is firmly fixed to surrounding nuclei and hence has a very large apparent mass within which the recoil energy can be dissipated. പിന്നെ രണ്ടാമത് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ കൂൾഡ് ബോത്ത് സോഴ്സ് ആൻഡ് സാമ്പിൾ ടു ലോ ടെമ്പറേച്ചർ സോ ദാറ്റ് തെർമൽ മോഷൻ ഓഫ് ലാറ്റീസ് ആറ്റം ആർ റെഡ്യൂസ്ഡ് ടു എ മിനിമം. ഓക്കെ, സോഴ്സും സാമ്പിളും ലോ ടെമ്പറേച്ചറിലേക്ക് കൂൾ ചെയ്തു. അപ്പൊ തെർമൽ മോഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനിമൈസ് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ നമുക്ക് റീകോയിൽ ഇഫക്റ്റും അതുവഴി ഉണ്ടാകുന്ന ഡോപ്ലർ ഇഫക്റ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മിനിമൈസ് ചെയ്യാൻ പറ്റും. Therefore, Mossbauer effect cannot be observed in liquid and gaseous because recoil energy cannot be dissipated. ഇനി നമ്മൾ ഇൻസ്ട്രുമെന്റേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു സോഴ്സ് ഉണ്ടാവും, സാമ്പിൾ ഉണ്ടാവും, ഡിറ്റക്ടർ ഉണ്ടാവും.
അപ്പൊ അതിന്റെ ഡീറ്റെയിൽഡ് ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുന്നത് ബാൻവെല്ലിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത് വായിച്ചു നോക്കിയാൽ മതി. സോ ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറയുമ്പോൾ അവിടെ സോഴ്സും സാമ്പിളും ഡിറ്റക്ടറും ഉണ്ടാവും. അതുകൂടാതെ അവിടെ ഒരു സ്കാനിങ് ഡിവൈസും കൂടെ ആവശ്യമുണ്ട്. ഞാനിവിടെ വിട്ടുപോയൊരു കാര്യം ഒന്ന് സൂചിപ്പിക്കട്ടെ. അതായത് മോസ്ബോർ സ്പെക്ട്രോസ്കോപ്പിൽ നമ്മൾ സാമ്പിൾ മാറ്റുന്നതിനനുസരിച്ചിട്ട് സോഴ്സും മാറ്റണം. ഓക്കെ, അപ്പൊ നമ്മളൊരു അയൺ കോംപ്ലക്സുകളെ കുറിച്ച് സ്റ്റഡി ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് അയണിന്റെ ന്യൂക്ലിയസ് തന്നെ നമ്മൾ സോഴ്സ് ആയിട്ട് എടുക്കണം. അയണിന്റെ എക്സൈറ്റഡ് ന്യൂക്ലിയസ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സോഴ്സ് ആയിട്ട് എടുക്കണം. ഇനി നമ്മൾ ടിന്നിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ ടിന്നിന്റെ എക്സൈറ്റഡ് സ്റ്റേറ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യണം. സോ നമ്മൾ സാമ്പിൾ മാറുന്നതിനനുസരിച്ചിട്ട് സോഴ്സും മാറുന്നുണ്ട്. ഇനി അയോണിലെ നമ്മൾ എക്സാക്ട് മെറ്റാലിക് അയോൺ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എക്സാക്ട് ഫ്രീക്വൻസിയിൽ അബ്സോർബ് ചെയ്യാൻ പറ്റും. പക്ഷെ അയോണിന്റെ കെമിക്കൽ എൻവയോൺമെന്റ് മാറുമ്പോൾ, അതായത് അയോണിന്റെ അടുത്ത് വേറെ ലിഗാൻഡ് വരുമ്പോൾ, അയോണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാറുമ്പോൾ, ഹൈ സ്പിൻ ലോ സ്പിൻ അങ്ങനെ സ്പിൻ സ്റ്റേറ്റ് ഒക്കെ മാറുമ്പോൾ, അങ്ങനെയൊക്കെ വരുന്ന കേസുകളിൽ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, കെമിക്കൽ എൻവയോൺമെന്റ് മാറുന്നുണ്ട്. അങ്ങനെ കെമിക്കൽ എൻവയോൺമെന്റ് മാറിയാൽ നമുക്ക് ഒരു അയോണിനൊരു ഗ്രൗണ്ട് സ്റ്റേറ്റും ഉണ്ട്, എക്സൈറ്റഡ് സ്റ്റേറ്റും ഉണ്ട്. ഓക്കെ, ഈ കെമിക്കൽ എൻവയോൺമെന്റ് മാറുമ്പോൾ ഈ എനർജി ലെവലുകളിലും എന്ത് മാറ്റം വരും, ഡിഫറൻസ് വരും. സോ നമ്മൾ കൊടുക്കേണ്ട ഫ്രീക്വൻസിയിലും ഡിഫറൻസ് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഴ്സിനെ നമ്മൾ മൂവ് ചെയ്യുക എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ പോലെ സോഴ്സിലെ ആറ്റത്തിനെ അല്ല, നമ്മൾ സോഴ്സിനെ എന്ത് ചെയ്യും, മൂവ് ചെയ്യിക്കും. അപ്പൊ സോഴ്സ് നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്പെക്ട്ര നോക്കിക്കഴിഞ്ഞാൽ സ്പെക്ട്ര നമ്മൾ വെലോസിറ്റി എഗെയിൻസ്റ്റ് കൗണ്ട് പെർ സെക്കൻഡ് ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുക. ഓക്കെ, കൗണ്ട് പെർ സെക്കൻഡ്. അപ്പൊ നമ്മുടെ സോഴ്സ് ഇങ്ങനെ മൂവ് ചെയ്യാണ്. അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞ ഒരു പെർട്ടിക്കുലർ വെലോസിറ്റിയിൽ എന്ത് ചെയ്യും, അത് അബ്സോർബ് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ വെലോസിറ്റി ആണ് നമ്മൾ നോട്ട് ചെയ്യുക. ഓക്കെ, ഈ വെലോസിറ്റി ആണ് നമ്മൾ നോട്ട് ചെയ്യുക. അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് മോസ്ബോർ സ്പെക്ട്രയിൽ നമുക്ക് എന്ത് കിട്ടുക, സ്പെക്ട്രം കിട്ടുക, മോസ്ബോർ സ്പെക്ട്ര കിട്ടുക. ഓക്കെ, പീക്ക് ഇങ്ങനെയായിരിക്കും കിട്ടുക. അപ്പൊ നമുക്ക് അവിടെ ഒരു സ്കാനിങ് ഡിവൈസും കൂടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. Okay, a scanning device is also needed because the different chemical state as well as chemical environment of the species produce sufficient effect on nuclear energy level for absorption no longer to occur. Therefore, scanning device search for the precise absorption frequency of a particular sample. The Doppler motion is given to source to overcome the energy mismatch and meet the resonance absorption condition. That is, source is moved towards absorber by means of a velocity drive. The intensity of the emitted gamma ray are measured as a function of Doppler velocity. Okay, Doppler velocity against intensity നമ്മൾ മെഷർ ചെയ്യുന്നു. A plot of transmission intensity against velocity gives the മോസ്ബോർ സ്പെക്ട്രം. സോ എങ്ങനെയാണ് നമുക്ക് മോസ്ബോർ സ്പെക്ട്രം ഉണ്ടാവുക. ഇനി നമുക്ക് നോക്കേണ്ടത് ഈ മോസ്ബോർ സ്പെക്ട്രം വെച്ചിട്ട് ഞാൻ പറഞ്ഞു അയോണിന്റെ എൻവയോൺമെന്റുകൾ, ഡിഫറെന്റ് എൻവയോൺമെന്റുകൾ ഉണ്ടാവും. അതായത് ലിഗാൻഡ് മാറും, അതുപോലെ തന്നെ ഹൈ സ്പിൻ ലോ സ്പിൻ സ്റ്റേറ്റുകൾ, അയോണിന്റെ വേരിയസ് ഓക്സിഡേഷൻ സ്റ്റേറ്റുകൾ, ഇതൊക്കെ എങ്ങനെയാണ്, നമുക്കൊരു സാമ്പിൾ തന്നാൽ അതിൽ അയോണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഏതായിരിക്കും, അല്ലെങ്കിൽ അയോൺ ഹൈ സ്പിൻ ആയിരിക്കോ ലോ സ്പിൻ ആയിരിക്കോ എന്നുള്ളതൊക്കെ നമുക്ക് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. സോ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഹൈപ്പർ ഫൈൻ ഇന്ററാക്ഷൻസ് ആണ് നോക്കാനുള്ളത്. ഹൈപ്പർ ഫൈൻ ഇന്ററാക്ഷൻസ് എന്ന് പറയുമ്പോൾ കെമിക്കൽ ഷിഫ്റ്റ്, അതുപോലെ തന്നെ ക്വാഡ്രപ്പോൾ സ്പ്ലിറ്റിംഗ് ആൻഡ് സീമാൻ സ്പ്ലിറ്റിംഗ് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അതിനുശേഷം അയൺ ആൻഡ് ടിൻ കോംപ്ലക്സിന്റെ അപ്ലിക്കേഷൻസും കുറച്ച് പ്രോബ്ലംസും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം.